മലയക്കോട്ടെ വാലിബൻ അങ്ങനെ സിനിമ OTT ഫൈനലി റിലീസായിട്ടുണ്ട്. അപ്പം എല്ലാവരും അറിഞ്ഞു കാണും, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റിട്ടുള്ള ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു കൊമേഴ്സ്യൽ ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ. മലയക്കോട്ടെ വാലിബനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മാസ് ആണോ അതോ മാസ് അല്ലേ, തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞ ടിനി പാപ്പച്ചനെ എയറിൽ കയറ്റുന്നു. സിനിമ കണ്ട ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നു തല്ലിപ്പൊളി പടം. പല റിവ്യൂകളും വരുന്നുണ്ട്. കോക്കിനെ പോലെയുള്ള വലിയ വലിയ റിവ്യൂ ആൾക്കാർ പറയുന്നു മലയക്കോട്ടെ വാലിബൻ ഒരു കോമാളിപ്പടം തുടങ്ങിയ ഒരുപാട് കമൻസുകൾ കേട്ടതോടുകൂടി ഞാൻ സിനിമയ്ക്ക് പോവേണ്ട എന്ന് തീരുമാനിച്ചു. സത്യത്തിൽ അതായിരുന്നു എൻ്റെ ഏറ്റവും ബാഡ് ഡിസിഷൻ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ തീരുമാനിച്ചത്. കാര്യം ഒന്നാമത് ഞാൻ എബ്രോഡാണ്. അപ്പം അടുത്ത് തിയേറ്റർ എന്ന് പറയുന്നത് കുറച്ച് റയറാണ്. ഉണ്ടായിരുന്ന സിനിമ തിയേറ്റർ പൂട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊതുവെ കുറേ വിമർശനങ്ങൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ കാണണ്ട, എന്തായാലും OTT വരുമ്പോൾ കാണാമെന്ന് വെച്ചു. പക്ഷേ ആ ഒരു ഡിസിഷൻ ഏറ്റവും റോങ് ആയി ഡിസിഷനായിരുന്നു എന്നാണ് ഞാൻ ഈ ഫൈനൽ ഡിസിഷനിൽ അല്ലെങ്കിൽ OTT വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മലയക്കോട്ടെ വാലിബൻ ഒരു ക്ലാസിക് അടിപൊളി പടം. കാരണം ഒട്ടും ലാഗ് എന്നെ അടുപ്പിച്ചിട്ടില്ല. ഒരു സ്ലോ ബേസ് പടത്തിനുണ്ട് എന്ത് വേണമെങ്കിൽ പറയാം. ബട്ട് എന്നെ ഒട്ടും തന്നെ അത് ബോറടിപ്പിച്ചിട്ടില്ല. ഞാനതിൽ നല്ല എൻഗേജ്ഡായി കാണി. കാരണം ഓൾറെഡി എൻ്റെ മൈൻഡ് ഫിക്സിൽ ആ പടം ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പോരാ എന്നുള്ളത്. ബട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റീസ് ആദ്യം പറയാം. ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ക്യാൻവാസ്, ഒരു വലിയ ക്യാൻവാസിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വലിയ ചിത്രമാണ്. രണ്ടാമത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കാലം പറയുന്നില്ല, ദേശം പറയുന്നില്ല, ആൾക്കാരെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവം. നമുക്കറിയാവുന്ന പരിമിതമായ മുഖങ്ങൾ എന്ന് പറയുന്നത് മോഹൻലാൽ, പിന്നെ മണികണ്ഠൻ ആചാരി, പിന്നെ ഹരീഷ് പേരടി തുടങ്ങിയ ചില ക്യാരക്ടേഴ്സിന് ഒഴിച്ചു നിർത്തിയാൽ നമുക്കറിയാത്ത ഒരു വേറൊരു ലോകത്തിലേക്കാണ് ലിജോ ജോസ് പല്ലിശ്ശേരി നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. മൂന്നാമത്തെ പാർട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ വർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ എടുത്തു പറയണം, അമേസിങ് ജോബാണ് ചെയ്തു വച്ചിരിക്കുന്നത് കേട്ടോ. ക്യാമറ പറയുമ്പോൾ അതിൻ്റെ വൈഡ് ആംഗിൾ സിനിമയിൽ ഭൂരിപക്ഷവും കൂട്ടിച്ചേർത്തിട്ടുള്ളത് ലോങ് ഷോട്ടുകളാണ്. അതായത് ആ സ്ഥലത്തെയും ആ പ്രദേശത്തെയും ആൾക്കാരുടെയും അവരുടെ എക്സ്പ്രഷൻസിനെയും ഒക്കെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു പ്രദേശത്ത് ഒപ്പിയെടുക്കാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു വലിയൊരു ക്യാൻവാസിനെ അതുതന്നെ ഭയങ്കരമായിട്ട് രസം തോന്നി. മൂന്നാമത് ആക്ഷൻസ്, നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറച്ച് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു മല്ലനും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ഫൈറ്റ് നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ആർട്ടിഫിഷ്യലി സിനിമാറ്റിക് ഭാഗത്തിൽ ഒരുപാട് ആക്ഷൻസ് ആക്കാം, ഒരുപാട് സിനിമ യുദ്ധങ്ങളാക്കാം. പക്ഷെ അങ്ങനെയൊന്നും കൊണ്ടുവരാതെ മിനിമൈസ് ചെയ്തിട്ട് ആ ഒരു ആക്ഷൻ സീക്വൻസ് എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നാലാമത് ഓൾവേസ് നമുക്കറിയാം മോഹൻലാൽ എന്നുള്ള നായകൻ അല്ലെങ്കിൽ നടനെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. എങ്കിലും പുള്ളിയുടെ ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒരു മല്ലൻ്റെ സ്റ്റൈൽ തന്നെയാണ് ഇതിൽ പ്രസൻസ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് അതിൻ്റെ വസ്ത്രാലങ്കാരം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പലർക്കും കൊടുത്ത കോസ്റ്റ്യൂംസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മ്യൂസിക് ഓൾറെഡി ഞാൻ പറഞ്ഞു പോയി. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പല സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു വൈബ്, അതിൻ്റെ ഒരു ഫീല് നമ്മളിലേക്ക് ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്യുന്നത് പോലെ തോന്നി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തോന്നി. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ ഈ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ച് ലാഗാണോ എന്ന് തോന്നിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ അവിടെയൊക്കെ സിനിമ എന്താ പറയുക ഓവർകം ചെയ്യുന്നുണ്ട്, നമ്മളത് എൻഗേജ്ഡ് ആക്കുന്നത്. ഞാൻ ലാസ്റ്റ് വരെയും അത് എൻഗേജ് ആക്കി കണ്ടു എന്നുള്ളതാണ്. പിന്നെ ആസ് യൂഷ്വൽ ആരൊക്കെ അറിയാവുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് ഈ പടത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പോകുന്നത്. കാരണം ഒരു മായാജാലക്കാരനായ ഒരു ആൾ, അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് ഇപ്പം നിൽക്കുന്ന മലയക്കോട്ടെ വാലിബൻ വന്നിട്ടുള്ളത്. അപ്പം അച്ഛനും മകനുമുള്ള യുദ്ധമായിട്ടാണ് ഈ സിനിമ ഇനി രണ്ടാം പാർട്ടിൽ വരുന്നത്. അതും ഒരു വാനോളം ഉയരാൻ പറ്റുന്ന ഒരു ഹനുമാനുമായി ബന്ധപ്പെട്ട ആ ടൈപ്പ് ഓഫ് വേഷങ്ങളെ പറ്റിയൊക്കെയാണ് അത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ ക്യാൻവാസിൽ അതുമായിട്ട് വലിയ ചെയ്യേണ്ട ഒരു മൂവിയാണത്. പിന്നെ ഈ പരീക്ഷണത്തെ സത്യത്തിൽ നമ്മൾ ഹാൻഡ്സ് ഓഫ് ചെയ്യണം. എസ്പെഷ്യലി ഡയറക്ടർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും അതിൻ്റെ ബ്രില്യൻസും നമുക്ക് ഈ സിനിമയിൽ കാണാം. അപ്പം ഒരു വേൾഡ് ക്ലാസിക് തന്നെയാണ് മലയക്കോട്ടെ വാലിബൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മലയാളത്തിൽ ഇതുപോലെയുള്ള ഒരു ക്യാൻവാസിൽ ഇത്രയും എന്താ പറയുക
ആക്ടേഴ്സിനെയും അതുപോലത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഈ പറയുന്ന പോലെ നമ്മൾ മായാവിയും മറ്റുള്ള കോമിക് കഥാപാത്രങ്ങളൊക്കെ വായിച്ച ഒരു അനുഭവം വെച്ചിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ അതേപോലെ ഇമാജിനേഷൻസിൽ ഈ സിനിമയിൽ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് തോന്നും ഈ കഥാപാത്രങ്ങൾ ഇന്ന ഒരു അമർ ചിത്രകഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ട് പല 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 കഥാപാത്രങ്ങളും ആൾക്കാരെയും ആക്ഷൻസിനെയും യുദ്ധങ്ങളെയും ഒക്കെ നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഇതിനെപ്പറ്റി ഒരുപാട് റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ കാണണമെന്ന് നിങ്ങളോട് പറയുകയാണ്. തീർച്ചയായും നിങ്ങൾ കാണുന്ന OTT-ലുണ്ട് സിനിമ ഇപ്പോൾ. പിന്നെ മാത്രമല്ല, റിവ്യൂ മാത്രം കണ്ടിട്ട് സിനിമയ്ക്ക് പോവാതിരിക്കുക എന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.